ഉത്തർപ്രദേശിൽ ബലാത്സംഗത്തിന് ഇരയായ ദലിത് പെൺകുട്ടി മരിച്ചു. ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മേൽജാതിക്കാരായ 4 പേർ ചേർന്ന് ക്രൂര പീഡനത്തിന് ഇരയാക്കിയ 19 വയസ്സുകാരിയുടെ നാവ് മുറിച്ച നിലയിലായിരുന്നു. ബലാത്സംഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാനമായ സംഭവം ഈ 2 മാസത്തിനിടെ ഉണ്ടാകുന്ന 5ാമത്തെ സംഭവമാണ്. ലഖിംപൂർ ഖേരിയിൽ 2 പെൺകുട്ടികളെയാണ് സമാനമായ രീതിയിൽ നാവ് പിഴുതെടുത്ത് ക്രൂര ബലാത്സംഗത്തിന് ശേഷം നാവ് പിഴുതെടുത്ത് കൊലപ്പെടുത്തിയത്. 13 വയസ്സുകാരിയെയും മാർച്ച് 4-ന് 9 വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിമാരായ ഇരുവരും മരണത്തിന് മുൻപ് ലൈംഗിക ചൂഷണത്തിനിരയായെന്ന് സ്ഥിരീകരിച്ചതും അറസ്റ്റിന് വഴിയൊരുക്കിയതും ഓടല്ലേ തക്കു പെണ്ണിനെ കൊണ്ട് ഇത് ആ കാണുന്ന മല വരെ നമുക്ക് പോകേണ്ടതാ. നീരുമാ മടുത്തു പോകും കേട്ടോ. ഞാൻ മടുക്കത്തൊന്നുമില്ല, ചേട്ടൻ മടുക്കാതെ നോക്കിയാൽ മതി. നമ്മുടെ ചാച്ചനും അമ്മച്ചി എങ്ങനെയാ മരിച്ചത്? പണ്ട് പള്ളി വക വേളാങ്കണ്ണിക്ക് പോയത്. അപ്പോൾ ബസ് മറിഞ്ഞു, ഒത്തിരി പേര് മരിച്ചു. അക്കൂട്ടത്തിൽ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും പോയി. അമ്മച്ചി പോകും മുമ്പേ പറഞ്ഞായിരുന്നു മോളെ പൊന്നു പോലെ നോക്കണമെന്ന്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മോളെ ഞാൻ നോക്കും. അതിനെനിക്ക് പറ്റിയില്ലെങ്കിൽ അത് ഞാൻ മരിച്ച പോലെ. നമ്മുടെ അമ്മച്ചി സുന്ദരിയായിരുന്നോ? പിന്നല്ലാതെ മോളെ പോലെ സുന്ദരിയായിരുന്നു. അപ്പച്ചനും അമ്മച്ചി ഇപ്പൊ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. ഇവിടെ അവിടെ തക്കുവേ, തക്കു, 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 തക്കുവേ, തക്കു, തക്കു, തക്കുവേ.
കാണുന്നില്ലേ? അതിന് നീ ടെൻഷൻ അടിക്കുന്നേ. സ്കൂളിൽ പോയതാ, ഇതുവരെ വന്നില്ല. എനിക്കെന്താ ചെയ്യുന്ന അറിയില്ല. പറഞ്ഞത് പൈസന്റെ കാര്യം എന്തായി? എൻ്റെ പണിയും കൂടെ കിട്ടിയാ അവന്റെ പൈസയും കൊടുക്കായിരുന്നു. അവൻ ആളൊരു ചെറ്റയാ, കൊടുത്തൊഴിവാക്കാൻ നോക്ക്. അത് പിന്നെ പൈസ ഉള്ളതാ. കുറെ ദിവസമല്ലേ നീ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട്. പൈസ ഇല്ലെങ്കിൽ വേണ്ടടാ, പകരം വീട്ടിലൊരുത്തി അതിനിങ്ങ് തന്നാ മതി. എനിക്കെന്തോ പേടിയാവുന്നു. എടാ നീ കരയരുതേ. നീ കരയണ്ട. നീ ഒരു കാര്യം ചെയ്യേ, നീ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ വേണ്ട നീ നേരെ കോടതിയിലേക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. സാറേ സാറേ എന്താടാ എന്നെ പെങ്ങളെ കാണുന്നില്ല സാറേ. നീ നാളെ എങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം, നോക്കാം. അയ്യോ അങ്ങനെ പറയല സാറേ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി സാറേ, സഹായിക്കണം സാറേ. പറഞ്ഞ മനസ്സിലാവണം. സഹായിക്കണം സാറേ, എനിക്ക് വേറെ ആരുമില്ല സാറേ, എനിക്കൊരു തക്കു മാത്രമേ ഉള്ളൂ സാറേ, ഞാൻ വേറെ എവിടെ പോയാ സാറേ. സാറേ സഹായിക്കണം സാറേ, സാറേ ഒന്ന് പോവാ സാറേ, സാറേ പ്ലീസ് സാറേ, സാറേ സാറേ. നീ എന്ത് പണിയാണ് കാണിച്ചേ? ഇത് എന്റെ ഓർഡേഴ്സാ. ഇവനെ പറ്റിക്കഴിഞ്ഞാൽ നീ സമാധാനം പറയോ? സാറ് പോയി ഒരു FIR സാറേ, എൻ്റെ കാര്യം ഞാൻ നോക്കാം.
എന്റെ മോളെ എന്നെ പറ്റിക്കുക. എന്റെ മുഖം പാട്ട് പാടുന്നേരാ. കുയിലേ പറയൂ നീ കൂട്ടിൽ നിനക്കാരുണ്ട്, ആര് തന്നീ കുപ്പായം കറുത്ത വെള്ളിക്കുപ്പായം, മഞ്ഞും മഴയും വന്നാൽ നനയൂലേ, മഞ്ഞും മഴയും വന്നാൽ നനയൂലേ. കുയിലേ പറയൂ നീ കൂട്ടിൽ നിനക്കാരുണ്ട്, ആര് തന്നീ കുപ്പായം കറുത്ത വെള്ളിക്കുപ്പായം, മഞ്ഞും മഴയും വന്നാൽ നനയൂലേ. കുയിലേ പറയൂ നീ കൂട്ടിൽ നിന്ന് എനിക്ക് പോലെ ഇത് കൂലേട്ട എന്താ ചേട്ടൻ ആരാരെ കാണിക്കും ചേട്ടൻ എനിക്ക് പോലെ മോള് പഠിപ്പിച്ച പാട്ട് കേട്ടോ ഏട്ടൻ മൊത്തം മനസ്സില. ഇനി കഥ പറഞ്ഞു ചേട്ടൻ. അല്ല വേണ്ട വാ നമുക്ക് ആന കളിക്കാം. വാ മോളെ എനിക്ക് ഏട്ടാന്ന് വിളിക്കുമോളെ. സംശയിക്കണ്ടാ, നിന്റെ തക്ക തന്നെയത്. ഞാൻ അപ്പളേ പറഞ്ഞല്ലടാ ഇവിടെ എനിക്കിങ്ങനെ വന്നേക്കാൻ. ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടോ നീ? നമസ്കാരം. കേരള മനസാക്ഷി ഒന്നടങ്കം ജനിച്ചിരിക്കുന്ന അതിദാരുണമായ സംഭവത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സ്വന്തം സഹോദരിയെയും സുഹൃത്തിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. കുറച്ചു നാളായി മാനസിക അസ്വസ്ഥത പുലർത്തുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അല്പസമയത്തിനകം പ്രതിയെ തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തെത്തി. തോറ്റുപോയില്ലേടാ നീ. എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടയാ നീ, എല്ലാം വെറുതെ ആയില്ലേ. അവക്കവിടെ സുഖമായിരിക്കും, അവിടെ അവളെ ഉപദ്രവിക്കാൻ ആരുമില്ല. അവൾക്ക് നേരെ ഉയരുന്ന കാമ കണ്ണുകളില്ല. നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവളുടെ തോൽവി നിന്റെ മരണമാണെന്ന്. അവളെ കൊന്നവന്മാര് നിന്നെ പോലുള്ള കഴിവുകളൊന്നും പറ്റൂലടാ. ഇന്നത്തെ കാല ഉറക്കത്തിലും പെൺകുച്ചുങ്ങളൊക്കെ ഉണർന്നിരിക്കണം. അത് ഏട്ടൻ മോളെ പഠിപ്പിക്കണം. മറന്നു. കോടതിക്കൊക്കെ തെളിവുകൾ മതി, നാട്ടുകാർക്ക് വാർത്തയും. അവർക്കൊക്കെ എന്താ, സ്വന്തം വീട്ടിലല്ലേ, ആരാന്റെ വീട്ടിലല്ലേ. മോള് ഏട്ടന്റെ മാത്രം തക്കുവല്ലേ. അവർക്കൊക്കെ എന്റെ മോള് വേറെ വരിക. ചിലർക്കൊക്കെ ഫോണിലിങ്ങനെ എന്റെ കൊച്ചിന് വേണ്ടി ആ
എന്താടാ? നമ്മുടെ എസ്റ്റേറ്റിൽ ഒരു തലയില്ലാത്ത ശവങ്ങൾ. ആ എസ് ഐ സാറിനെ 2 ദിവസമായി കാണാനില്ലെന്ന് പറഞ്ഞു. സാറിനെ മോള് പോലും വിളിച്ചിട്ടിരിക്കുന്നു. എസ് ഐ സാറോ? ആടാ, എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് അങ്ങേരാവാനാ സാധ്യത. പണ്ട് നീയും സാറും കൂടെ കൊന്നുകളഞ്ഞ ഒരു കൊച്ചില്ലേ, ആ കൊച്ചു കിടന്ന അതേ സ്ഥലത്താണ് ഈ ശവം കിടക്കുന്നത്. നീ ടെൻഷൻ ആവാൻ പറയുന്നതല്ല. അന്ന് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കോടതി അവളെ ചേട്ടനെ വെറുതെ വിട്ടപ്പോഴേ എനിക്ക് സംശയം. എന്തായാലും ഒന്ന് സൂക്ഷിക്കണം. ശരിയടാ. ആരാ? 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 ഇനിയൊരു തക്കു അത് വേണ്ട, ഇനിയൊരു തക്കു അത് വേണ്ട. ഈ കണ്ണ് ഞാനിങ്ങ് എടുക്കുവാണ്. മനസ്സിലായോ? വേദന എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഇത്രയും നേരം നീ വേദനയുടെ വില പഠിച്ചു. ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ജീവന്റെ വില. അവൻ ദൈവത്തോട് ചോദിച്ചു അവന്റെ പെങ്ങൾക്ക് ആര് നീതി കൊടുക്കുമെന്ന്. ദൈവം പറഞ്ഞു, കാലം അവൾക്ക് നീതി കൊടുക്കുമെന്ന്. അവൻ അവന്റെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോട് ചോദിച്ചു. അവർ പറഞ്ഞു, മനുഷ്യത്വത്തെക്കാൾ വലുതാണ് തെളിവുകളെന്ന്. ഒടുവിൽ അവൻ അവന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു, അവന്റെ കൂടെ പിറന്നവൾക്ക് ആര് നീതി കൊടുക്കുമെന്ന്. മനസ്സാക്ഷി പറഞ്ഞു, കൂടെ പിറന്നവൻ തന്നെ.